മലയാളികളുടെ സൂപ്പർമാനായി ആഘോഷിക്കുന്ന ഒരാൾ. Ladies and gentlemen, it's time to invite to the stage the one and only Jovino. ഹലോ, എങ്ങനെയുണ്ട് ട്രെയിലർ? ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളിതാണ് അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ സിനിമ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്കിതിന്റെ കഥ കേട്ടപ്പോൾ മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിനാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ സിനിമ സൗണ്ടില്ലേ? എത്തുപിടിക്കണ, സോറി വീണ്ടും. അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത്. ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ, നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുണ്ട്, പുതിയ സുഹൃത്തുക്കളെയും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്. ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങളിൽ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴോ ഒക്കെയും നമ്മള് സിനിമ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇന്റർവ്യൂസും, ആക്ടേഴ്സിന്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂസും ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെ ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിന് അപ്പുറം ഇവരുടെ ലൈഫ് എന്താണ്, നമ്മൾ ഈ കാണുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒരു സിനിമ ഇവര് 100 ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും 1 മിനിറ്റ് ഒക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം അണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അവരുടെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ പ്രോസസ് ഒക്കെ നടക്കുന്നതിന്റെ ചെറിയൊരു ഐഡിയ. ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലും ഒക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളിപ്പടം തന്നെയാണ്. പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിന്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടു നിറഞ്ഞേക്കാം, ഇടയ്ക്ക് കുറെ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും, ചിന്തിക്കാനുണ്ടായിരിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ സിനിമയാണത്. ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചൊരു വലിയ സന്തോഷമുണ്ട്, പക്ഷെ പേടിയാണ്. പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതില്ല. സുഖിലും പിന്നെ ദിവ്യയും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എന്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോ എന്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട്, അങ്ങനെയൊന്നുമല്ല അമ്മയായിട്ട് പറയാൻ പറ്റില്ല. നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശ്വസിക്കുന്നു. പിന്നെ ഈ സിനിമയില് ഡേവിഡ് പടിക്കലിന്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ. കോയിൻസിഡൻഷ്യലി ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത് എന്റെ ആദ്യത്തെ നായിക പൂതന എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയൊക്കെ കിട്ടുന്നത്, ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു. എന്തുകൊണ്ടാണ് അപ്പൊ എന്റെ ആദ്യത്തെ നായികയാണ് ഭാവന. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഞാൻ ഈ ഇരിക്കുന്ന ഓർഡറിലാണ് ഈ പറയണേ, ഹൈറാർക്കിലല്ലേ, നോക്കി പറയാമല്ലോ. പിന്നെ അനൂപും ഞാനും തമ്മിൽ കുറെ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല സിനിമകൾ ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്യുകയാണ്. അപ്പോ
എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളുണ്ട്. എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് അടുക്കാൻ പറ്റിയത്. ഈ സിനിമയ്ക്ക് 100% സപ്പോർട്ടായിട്ട് നിന്ന അനൂപും അലനും തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് അലൻ. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല, ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്ത് ബോറടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാട്ടുന്ന ആളാണ്, ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ സിനിമയുടെ കൂടെ നിന്നതിന് ചന്തുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് ഞാൻ മഞ്ജുമൽ ബോയ്സിന്റെ ലൊക്കേഷനിൽ ഒരു ബ്രീഫ്ലി പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ സലിമേടിന്റെ കൂടെ 1-2 പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിമേടിന്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട്. അത് ഭയങ്കര രസമുള്ള, ആരെയും പ്ലീസ് ചെയ്യാത്ത, അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഹ്യൂമറൊക്കെ ഉള്ള നല്ല രസമുള്ള ആളാണ്. അവന് നല്ല ഭാവിയുള്ള ആക്ടറുമാണ്. പക്ഷെ അഭിനയിച്ചതിന്റെ വെളിച്ചത്തിൽ പറയാണ് ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമാവട്ടെ. ബാലു എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങള് പണ്ട് ഒരു സിനിമയില് ഞാൻ അഭിനയിച്ച ഒരു സിനിമയില് ഒന്നാം സിനിമയിലെ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത്. പിന്നീട് ഞങ്ങൾ തരംഗവും കുറ്റസിദ്ധമായിട്ടും കുറേയുള്ള സിനിമകൾ കണ്ടു. പക്ഷെ എപ്പോഴും നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ വാമത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗമികയും സുരേഷ് ഏട്ടനും ഒക്കെ ആയിട്ട് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നു. വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിന്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമയിൽ എനിക്ക് ചെറിഷ് ചെയ്യാനുള്ള പോലെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഞങ്ങൾ അതായത് ജീൻ പറയുന്ന ഒരു തമാശ എനിക്കും ഞാൻ പറയുന്ന ഒരു തമാശ ജീനും മനസ്സിലാവും എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മാധ്യമമാണ്. ഞങ്ങള് ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നോക്കട്ടെ. അപ്പൊ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട്. അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എഴുതി വെക്കാൻ പറ്റും. അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് പെർഫോമൻസിൽ അത് പരമാവധി എൻഹാൻസ് ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ ഇത് അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഒരു സ്പേസ് ആണ്. വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കമ്പനി എന്നാണ് ചെയ്യുന്ന പ്രത്യേകിച്ചതാണ്. എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ത്രൂഔട്ട് ദ ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു സോ മച്ച്. ഇതിന് കൊറിയൻ സിനിമയിൽ വന്ന പെൺകുട്ടിയെ മുന്നിരിക്കുന്ന ആ കുട്ടി ഒന്ന് എഴുതിയിട്ടിരിക്കാമോ? ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏകതയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനർ. ഫസ്റ്റ് ടൈം ആണ് ഏകത ഒരു സിനിമയിലെ കോസ്റ്റ്യൂം ചെയ്യുന്നത്. പക്ഷെ കണ്ട പറയലെന്നും അതോ കൺഗ്രാജുലേഷൻസ്. ഒരു ഹായ ഒരു ഹായ്. നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചെടുക്കുന്നതായിരിക്കും ബുദ്ധി. എടാ എങ്ങനെയാണോ അപ്പോഴേക്കൊന്നും നീ എന്താ ഇവിടെ നിന്ന് ആക്കിയത്? അധികം സംസാരിച്ച് ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും മെയ് 3-ാം തീയതി ഈ സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ സിനിമ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം ഞങ്ങൾ അറിയിക്കുന്നതും. താങ്ക് യു സോ മച്ച്. അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇനി മോളായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിൽ നിന്നപ്പോഴാണ് നരച്ചേക്കുന്നത് ഒറിജിനലാണോ? അല്ല, അത് അച്ഛനായിട്ട് അഭിനയിക്കാനുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി ഒറിജിനൽ അല്ല, ഒറിജിനലാണോ? ഞാൻ നരപ്പിച്ച ഓക്കെ. സോ ഈ ഒരു സിനിമയില് നമ്മൾ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ ഈ ഒരു അറ്റയറിനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു അറ്റയർ ആണെങ്കിലും നമ്മുടെ ഈ സിനിമയിൽ കാണുന്ന ഫുൾ കളർഫുൾ അറ്റായറാണ്. ഒരു കളർഫുൾ നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഞങ്ങൾ മലയാളികൾ? കാരണം നമ്മൾ തല്ലുമാല കണ്ടു. തല്ലുമാലയിലും ഇതുപോലൊരു സിഗ്നേച്ചർ ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എത്ര മേക്ക് ഓവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമയില്. അല്ല, ഇതില് കുറച്ചുകൂടെ ഇതില് 3 സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കണ്ട. അപ്പൊ ആ സിനിമയുടെ
ഗെറ്റപ്പുകളുണ്ട്. അതല്ലാതെ ഇയാള് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നത് അതൊക്കെ ക്യാരി ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാളെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു സെക്കൻഡ് അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേര് ഉണ്ടെങ്കിൽ പറയാൻ വിട്ടുപോയി. സൗഭികയും സുരേഷ് ഏട്ടനും. അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള ഈ ഫംഗ്ഷൻ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അവരിങ്ങനെ ഉണ്ടാവണമെന്ന്. പക്ഷെ ഷൂട്ടിങ്ങിന്റെ തിരക്കായതുകൊണ്ട് അവരുടെ രണ്ടുപേർക്കും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവര് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള രണ്ടുപേരും അവർ രണ്ടുപേരുമാണ്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുള്ളത്. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക്സ് എ ലോട്ട്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ. ലൈഫ് സ്റ്റൈൽ റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതോ? അല്ല, കേൾക്കാം, ശബ്ദം കുറക്കാം. ഇത് അവര് ഇപ്പൊ സൗണ്ട് കുറക്കണമുണ്ട്. ഞാൻ പറയുന്നതിന്റെ കുഴപ്പമില്ല. ഇത് ഒരിക്കലും എന്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല. പക്ഷെ എന്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നുമുള്ള ഇൻസിഡൻസും അതിന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പടിക്കല്. ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഞാനിപ്പോ അവരെല്ലാവരും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ബാലു ഒന്ന് ജോയിൻ ചെയ്യും. ചന്തു